അതേപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ബ്രാഹ്മണരുടെ ഇടയിൽ ഇളയതുമാർ എന്ന് പറയുന്ന ഒരു സമുദായം ഉണ്ട്. ബ്രാഹ്മണൻ ഈ ഇളയതുമാർ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ക്ഷത്രിയന്മാർക്ക് പൗരോഹിത്യ കർമ്മം നിർവഹിച്ചിരുന്നവരാണ്. ക്ഷത്രിയന്റെ പൗരോഹിത്യം എപ്പോഴും ബ്രാഹ്മണൻ തന്നെ നിർവഹിക്കണമെന്നുള്ളത് മനുസ്മൃതിയിലും ശാങ്കര സ്മൃതിയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണരിലെ തന്നെ ഒരു വിഭാഗം ഈ പറയുന്ന ക്ഷത്രിയന്മാരായിട്ടുള്ള ഉയർന്ന നായന്മാർക്ക് പൗരോഹിത്യം നിർവഹിച്ചിരുന്നു. അപ്പോൾ ഈ ക്ഷത്രിയന്മാരായ നായന്മാരെ 1875 സെൻസസ് റിപ്പോർട്ടിൽ ശൂദ്രൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രേഖപ്പെടുത്തി ഔദ്യോഗിക രേഖയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒറ്റ ഒരു സെൻസസ് റിപ്പോർട്ട് വഴി കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നവരും കേരളത്തിലെ 90% രാജാക്കന്മാരായിട്ട് വർത്തിച്ചിരുന്നവരും ഒക്കെ ഒരൊറ്റ രേഖ വഴി ശൂദ്രന്മാരായിട്ട് മാറുകയും രണ്ടേ രാജകുടുംബങ്ങൾ മാത്രം, അതായത് തിരുവിതാംകൂർ രാജകുടുംബവും കൊച്ചി രാജകുടുംബവും മാത്രം ക്ഷത്രിയനാണെന്നും ഇതേപോലെയുള്ള ഇവരുമായിട്ട് ചേർന്ന് നിന്ന ഏതാനും കുടുംബക്കാരും മാത്രം ക്ഷത്രിയന്മാരെന്ന് പ്രഖ്യാപിക്കുകയും വൈശ്യന്മാർ കേരളത്തിൽ ഇല്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ക്ഷത്രിയന്മാരായിട്ടിരുന്ന ഈ ഉയർന്ന നായന്മാര്, അതായത് കിരിയത്ത് നായന്മാരും ഇല്ലത്ത് നായന്മാരും എന്ന് പറയുന്നവര് ആൾമോസ്റ്റ് നമ്പൂതിരിയെ പോലെ ജീവിച്ചവരും സസ്യാഹാരികളും ഒക്കെ ആയിരുന്നു. ഇവർ ഭരണരംഗത്തും ക്ഷേത്ര ഭരണകാര്യങ്ങളിലും എല്ലാം തന്നെ മുന്നിൽ നിന്നവരാണ്. ഇവരുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ നമ്പൂതിരിമാർക്ക് ബലമായിട്ട് നിന്നത്. നമ്പൂതിരിമാർ ഇവരെയൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്.